രാഷ്ട്രപതി തീരുമാനമെടുത്ത ബില്ലുകൾ ഗവർണർ സർക്കാരിന് കൈമാറി. ലോകായുക്ത ബില്ലിൽ ഇനി താൻ ഒപ്പിടേണ്ടതില്ലെന്നും വിജ്ഞാപനമിറക്കാമെന്നും ഗവർണർ സർക്കാരിനെ അറിയിച്ചു. ആദിൽ പാലോടുണ്ട് വിവരങ്ങളുമായി. ആദിൽ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗവർണർ രാഷ്ട്രപതി ഭവനിലേക്ക് അയക്കുകയും പിന്നീട് രാഷ്ട്രപതി ഭവൻ തീരുമാനമെടുക്കുകയും ചെയ്ത 4 ബില്ലുകളാണുള്ളത്. അതിൽ ഒന്ന് ലോകായുക്ത ബില്ലാണ്. ലോകായുക്ത ബില്ല് രാഷ്ട്രപതി ഭവൻ അതിന് അംഗീകാരം നൽകിയിരുന്നു. ഈ ബില്ല് ഇനി തന്റെ അംഗീകാരമോ തന്റെ ഒപ്പോ വേണ്ടതില്ല. ഇനി സർക്കാരിന് അക്കാര്യത്തിൽ വിജ്ഞാപനമിറക്കി മുന്നോട്ട് പോകാനാകും എന്ന് ഗവർണർ ഈ ബില്ല് മടക്കിക്കൊണ്ടുള്ള കുറിപ്പിൽ അറിയിക്കുന്നു. മാത്രമല്ല മറ്റ് 3 ബില്ലുകൾ രാഷ്ട്രപതി ഭവൻ അംഗീകാരം നിഷേധിക്കുകയും തടഞ്ഞു വെക്കുകയും ചെയ്ത 3 ബില്ലുകൾ അത് അംഗീകാരമില്ല എന്നറിയിച്ചുകൊണ്ട് തന്നെ സർക്കാരിന് മടക്കി നൽകിയിരിക്കുന്നു. ഇത് കഴിഞ്ഞാൽ ഇനി 3 ബില്ലുകളാണ് രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതിയുടെ തീരുമാനം കാത്തുള്ളത്. ഏതായാലും രാഷ്ട്രപതി ഭവൻ തീരുമാനമെടുത്ത ബില്ലുകളിൽ തനിക്കൊന്നും ഇനി ചെയ്യാനില്ല എന്നറിയിച്ചുകൊണ്ട് സർക്കാരിന് ഈ ബില്ലുകൾ മടക്കി നൽകിയിരിക്കുകയാണ് ഗവർണർ. ഓക്കെ, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.